ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ പാകിസ്ഥാൻ ബാറ്ററായ മുഹമ്മദ് റിസ്വാൻ 171 റൺസ് എടുത്ത് നിൽക്കവേ ക്യാപ്റ്റൻ ഷാൻ മസൂദ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ. മുഹമ്മദ് റിസ്വാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഇനിയും ഒരുപാട് സമയമുള്ള സ്ഥിതിക്ക് ഡബിൾ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് വിശിഷ്യ ക്യാപ്റ്റന് അനുവദിക്കാമായിരുന്നു എന്ന് ഒരു വിഭാഗം ആരാധകർ വാദിക്കുമ്പോൾ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് റിസ്വാനോട് നേരത്തെ പറഞ്ഞിരുന്നതായിട്ടാണ് സഹതാരം സൗദ് ഷക്കീൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. റിസ്വാൻ 239 പന്തിൽ 3 സിക്സറുകളും 11 ഫോറുകളും ഉൾപ്പെടെ 171 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാറ്റിംഗ് അവസാനിപ്പിക്കുന്നതായി ഡിക്ലെയർ ചെയ്യുന്നതായി അറിയിച്ചത്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഡിക്ലെയർ ചെയ്യുന്നതായി അറിയിച്ചതോടെ ഡബിൾ സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കാതെ മുഹമ്മദ് റിസ്വാൻ നിരാശനായി മടങ്ങുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, റിസ്വാന് ഡബിൾ സെഞ്ചുറി നേടാൻ അവസരമുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ ഈ ഒരു ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതിന് മടിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാറ്റിംഗ് അവസാനിപ്പിക്കുന്ന കാര്യം 1 മണിക്കൂർ മുൻപ് തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതാണ്. 450 റൺസൊക്കെ ആ ഇന്നിംഗ്സിൽ എടുത്താൽ ബാറ്റിംഗ് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാമായിരുന്നു എന്നാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിവാദമായപ്പോൾ സഹതാരമായ സൗദ് ഷക്കീൽ പ്രതികരിച്ചത്. ശരിയാണ്, ഇനിയും 29 റൺസ് വേണം ഡബിളിന്, 4-5 റൺസ് ഒന്നുമില്ല. എങ്കിലും ആ ഫോമിന്റെ ഫ്ലോ നോക്കുമ്പോൾ അർഹിച്ച ഒരു ഡബിൾ സെഞ്ചുറി കരികിൽ വെച്ച് ക്യാപ്റ്റനാൽ ഡിക്ലെയർ വിളിക്കപ്പെട്ട് മുഹമ്മദ് റിസ്വാൻ മടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റൊരു മുഖമാണ്. ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിനമാണ്. വേദി പാകിസ്ഥാനാണ്, മുൾത്താനാണ്. അന്ന് 194 റൺസിൽ നിൽക്കുമ്പോൾ പകരക്കാരൻ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ് ഡിക്ലെയർ വിളിച്ചപ്പോൾ അസന്തുഷ്ടനായി പവലിയനിലേക്ക് നടന്ന മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. 2004 ആ സംഭവം നടന്നത്. പാകിസ്ഥാനെതിരെ മുൾത്താനിലെ ചരിത്രപ്രധാനമായ ടെസ്റ്റ് ആയിരുന്നു അത്. ഗാംഗുലിയുടെ അഭാവത്തിൽ ദ്രാവിഡ് ക്യാപ്റ്റനായി നയിച്ച ടെസ്റ്റ്. 2ാം ദിനം സച്ചിൻ 194 റൺസിൽ നിൽക്കുമ്പോഴായിരുന്നു ദ്രാവിഡ് അപ്രതീക്ഷിതമായി ഡിക്ലെയർ വിളിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ക്രീസിൽ നിന്നും തിരികെ മടങ്ങാൻ സച്ചിനോടും സഹ ബാറ്ററോടും അന്ന് ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ് ആംഗ്യം കാണിക്കുകയായിരുന്നു. സച്ചിന്റെ ഡബിൾ സെഞ്ചുറിക്ക് വെറും 6 റൺസ് മാത്രം വേണമെന്നിരിക്കെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനുള്ള രാഹുൽ ദ്രാവിഡിന്റെ ആ ഒരു തീരുമാനം അന്ന് എല്ലാവരെയും ഞെട്ടിക്കുക തന്നെ ചെയ്തു. പാകിസ്ഥാനെതിരെ ഡബിൾ സെഞ്ചുറി എന്ന ആ ഒരു ചരിത്ര നേട്ടത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കവേ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനുള്ള ക്യാപ്റ്റന്റെ രാഹുൽ ദ്രാവിഡിന്റെ നീക്കത്തിൽ അന്ന് സച്ചിൻ ഒട്ടും സംതൃപ്തനായിരുന്നില്ല. വലിയ നിരാശയിലും രോഷത്തിലുമാണ് അദ്ദേഹം അപ്പോൾ കാണപ്പെട്ടത്. എങ്കിലും ഈ ഒരു സംഭവം വിവാദമായപ്പോൾ, ഡിക്ലറേഷൻ വിവാദമായപ്പോൾ സച്ചിന് അർഹിച്ച ഡബിൾ സെഞ്ചുറി നിഷേധിച്ചത് എന്തിനാണ് എന്ന് അന്ന് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തതെന്ന് വിശദീകരിച്ചുകൊണ്ട് ദ്രാവിഡ് പിന്നീട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ആ ദിവസത്തെ കളി തീരുന്നതിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും പാകിസ്ഥാൻ ടീമിനെ കൊണ്ട് ബാറ്റ് ചെയ്യിക്കണമെന്ന ലക്ഷ്യമായിരുന്നു ആ തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് അന്ന് ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ് വിശദീകരിച്ചത്. മുൾത്താൻ ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വലിയ മാർജിനിൽ അന്ന് ജയിച്ചിരുന്നു. പക്ഷേ സച്ചിന് അന്ന് ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ എന്ത് നഷ്ടമാണ് ഇന്ത്യക്ക് ആ മത്സരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആരാധകർ ആ സമയത്ത് തന്നെ ചോദിച്ചിരുന്നു. സച്ചിൻ ഡബിൾ നേടിയാലും ഇന്ത്യ ഈ മത്സരത്തിൽ എളുപ്പം ജയിക്കുമായിരുന്നു എന്നും, പക്ഷേ ദ്രാവിഡ് അതിന് സമ്മതിച്ചില്ലെന്നും ആരാധകർ അന്നും ഇന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട്. സച്ചിന്റെ മുഖത്ത് അന്ന് പ്രകടമായ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. സച്ചിന്റെ ഈ അതൃപ്തിയെക്കുറിച്ച് സെൽഫിഷ് പോലുള്ള ആരോപണങ്ങൾ പിന്നീട് സച്ചിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. സച്ചിൻ ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് തന്റെ ആത്മകഥയിലടക്കം പറഞ്ഞിട്ടുണ്ട്. ആത്മകഥയിലെ സച്ചിന്റെ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: അതിനുശേഷമുള്ള പ്രഭാതത്തിൽ ഒടുവിൽ രാഹുൽ ദ്രാവിഡ് എന്നെ കാണാനെത്തി. ഞാൻ ആകെ നിരാശനാണെന്ന് കേട്ടെന്നും സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നും ദ്രാവിഡ് എന്നോട് പറഞ്ഞു. നിരാശനാണെന്നും മറ്റൊരു ആശ്വാസവും തനിക്കില്ലെന്നും ഞാൻ ദ്രാവിഡിനെ അറിയിച്ചു. എന്നാൽ ദ്രാവിഡ് പറഞ്ഞത് ടീം താല്പര്യപ്രകാരമായിരുന്നു അത്തരമൊരു തീരുമാനം എടുത്തത് എന്നായിരുന്നു. പാകിസ്ഥാനെ തകർക്കാൻ അങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നെന്നും ദ്രാവിഡ് ആ സമയത്ത് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ടീമിന് വേണ്ടിയായിരുന്നു ഞാൻ 194 റൺസ് എടുത്തതെന്നും ടീം വിജയിക്കാനുള്ള എൻ്റെ പങ്കായിരുന്നു അതെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു തീരുമാനം ടീമിനായി എടുക്കാനാകില്ലെന്ന നിസ്സഹായാവസ്ഥ ദ്രാവിഡ് ആ സമയത്ത് പങ്കുവച്ചു. ഞാൻ 1 മാസം മുമ്പ് സിഡ്നിയിൽ സംഭവിച്ചത് ദ്രാവിഡിനെ ഓർമ്മിപ്പിച്ചു. അന്ന് 4ാം ദിവസം വൈകുന്നേരം ഞാനും ദ്രാവിഡുമായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് സൗരവ് 3ഓളം മെസ്സേജുകൾ അന്ന് ഞങ്ങൾക്ക് അയക്കുകയുണ്ടായി. രാഹുൽ ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഈ 2 അവസ്ഥയും താരതമ്യപ്പെടുത്തിയാൽ തന്നെ സിഡ്നിയിൽ മത്സരം ജയിക്കാതിരിക്കാനും പരമ്പര നഷ്ടപ്പെടാനും കാരണം ഈ തീരുമാനം ആണെന്ന് വേണമെങ്കിൽ പറയാം. രാഹുലിന് അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഡബിൾ അടിക്കാൻ താങ്കൾക്ക് മറ്റൊരു അവസരം തരാമെന്നാണ് ദ്രാവിഡ് അപ്പോൾ പറഞ്ഞത്.
അതിനോടും എനിക്ക് യോജിക്കാനായില്ല. ഇത് രണ്ടും ഒന്നല്ലെന്നും ഇനി 0-ൽ നിന്നും ഞാൻ ഡബിൾ സെഞ്ചുറിയിൽ എത്തണമെന്നും നേരത്തെ 194-ൽ ഞാൻ എത്തിയിരുന്നതായും ദ്രാവിഡിനോട് പറഞ്ഞു. ഇതിനുശേഷം ഞങ്ങൾ സംസാരം അവസാനിപ്പിച്ചു. എങ്കിലും ഞാൻ പറയട്ടെ, ഈ സംഭവം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു തരി പോലും ബാധിച്ചില്ല. രാഹുൽ എൻ്റെ മികച്ച കൂട്ടുകാരനായി തുടർന്നു എന്ന് മാത്രമല്ല, കരിയർ അവസാനം വരെ ഞങ്ങൾ മികച്ച കുറെ കൂട്ടുകെട്ടുണ്ടാക്കുകയും ചെയ്തു എന്നാണ് സച്ചിൻ തന്റെ ആത്മകഥയിൽ ഈയൊരു അപ്രതീക്ഷിത ഡിക്ലറേഷനെ കുറിച്ച് പിന്നീട് എഴുതി ചേർത്തത്. ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 52 റൺസിനുമാണ് വിജയിച്ചത്. താങ്ക്സ് ടു നജഫ് ഘട്ടിലെ സുൽത്താൻ വീരേന്ദ്ര സെവാഗ് 309 റൺസ് നേടി അദ്ദേഹം ഈ ടെസ്റ്റ് തന്റെ പേരിൽ എഴുതി ചേർത്തിരുന്നു. അതിനുശേഷം ഇങ്ങനെയൊരു വിവാദ ഡിക്ലറേഷൻ നമ്മൾ കണ്ടത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക 3-ാം ടെസ്റ്റിലായിരുന്നു ഇങ്ങനെയൊരു വിവാദ ഡിക്ലറിംഗ് സംഭവിച്ചത്. അന്ന് ഡബിൾ സെഞ്ചുറിക്ക് തൊട്ടടുത്തെത്തിയ ഓപ്പണർ ഒസ്മാൻ ഖ്വാജയെ അതിന് അനുവദിക്കാതെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ആ സമയം മത്സരത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 475 റൺസ് എന്ന നിലയിൽ നിൽക്കവെയാണ് പാറ്റ് കമ്മിൻസ് ഓസീസ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത്. ആ സമയത്ത് ഒസ്മാൻ ഖ്വാജ 368 പന്തിൽ 19 ഫോറും ഒരു സിക്സറും സഹിതം 195 റൺസുമായി ക്രീസിലുണ്ടായിരുന്നു. 5 റൺസ് കൂടി നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരിയറിലെ ആദ്യ ഇരട്ട സെഞ്ചുറി എന്ന നേട്ടം ഖ്വാജയെ തേടിയെത്തുമായിരുന്നു. എന്നാൽ 5 റൺസ് നേടാനുള്ള 1-2 ഓവർ അനുവദിക്കാൻ ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് എന്ന് സന്മനസ് കാട്ടിയില്ല. യഥാർത്ഥത്തിൽ വെളിച്ചക്കുറവും മഴയും മൂലം മത്സരത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടതാണ് സിഡ്നിയിൽ ഖ്വാജയ്ക്ക് ഇരട്ട സെഞ്ചുറി അനുവദിക്കാൻ കമ്മിൻസിന് മനസ്സ് വരാതെ പോയത്. അന്ന് 3-ാം ദിനവും 2-ാം ദിനവും ഒന്നും കാര്യമായി കളിയേ നടന്നിരുന്നില്ല. ഇതുവരെയായിട്ടും 4-ാം ദിനമായിട്ടും ഒരൊറ്റ ഇന്നിംഗ്സ് മാത്രമേ അന്ന് നടന്നിരുന്നുള്ളൂ. അതിനാലാണ് 4-ാം ദിനം ബാറ്റിങ്ങിന് ഇറങ്ങാതെ ഓസീസ് നായകൻ അന്ന് ഡിക്ലെയർ പ്രഖ്യാപിച്ചത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഉസ്മാൻ ഖ്വാജയ്ക്ക് ഒരു 1-2 ഓവർ കൂടി അനുവദിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അർഹിച്ച ഡബിൾ അടിക്കാമായിരുന്നു എന്ന് അന്ന് ഒരുപാട് പേർ പറഞ്ഞിരുന്നു. കാരണം കരിയറിലെ ആദ്യ ഡബിളിന് ഇത്ര അടുത്തെത്തിയിരിക്കുകയാണല്ലോ അദ്ദേഹം. ഇനിയും ഇത്ര എത്തണമെങ്കിൽ 1-ൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വാർത്തയായ ഡിക്ലറേഷനായിരുന്നു കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത്. ഏതായാലും കരിയറിൽ വല്ലപ്പോഴും ഉണ്ടാകാറുള്ള ഡബിൾ സെഞ്ചുറിക്ക് അരികെ വെച്ച് ഇങ്ങനെ ഡിക്ലറേഷൻ വിളിച്ചത് പാക് വിക്കറ്റ് കീപ്പറായ റിസ്വാൻ എങ്ങനെ സഹിക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ആലോചിക്കുന്നത്.